നമസ്കാരം, ഫുട്ബോൾ പേറ്റിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ മൈക്ക് മാഗ്നാന് വേണ്ടി ചെൽസി നീങ്ങുന്നതായിട്ടുള്ള വാർത്തകൾ മിക്കവരും അറിഞ്ഞു കാണും. ചെൽസി സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. പേഴ്സണൽ ടൈംസ് മൈക്ക് മാഗ്നാൻ ചെൽസി ആയിട്ട് അഗ്രി ചെയ്യുന്നതിന് ഒരു ഇഷ്യൂ ഇല്ല. ആൻഡ് മൈക്ക് മാഗ്നാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടു തനിക്ക് ലീവ് ചെയ്യണോ എന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. സോ AC മിലാന്റെ ഡിമാൻഡ് 25 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് ആണ്. അതേ സമയത്ത് ചെൽസി ഇപ്പം 15 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജ് പ്രപ്പോസൽ വിട്ടെന്നും അത് AC മിലാൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ ചിലർ വരുന്നുണ്ട്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, കൺസിഡർ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ കൂടുതലും വരുന്നത്. സോ ഇംഗ്ലീഷ് മീഡിയാസിന്റെ റിപ്പോർട്ടിൽ ഇതിന് മേളിലൊരു ഓഫർ ചെൽസി വിടത്തില്ല എന്നുള്ള രീതിയിലാണ് കേൾക്കുന്നത്. കാരണം നെക്സ്റ്റ് ഇയർ ഫ്രീ ഏജന്റ് ആണ്, 30 വയസ്സിലോട്ട് കിടക്കുവാണ്. സോ ഇതിന് മേളിൽ ചെൽസി സ്പെൻഡ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ കേൾക്കുന്നു. അതേ സമയത്ത് ഇറ്റാലിയൻ ഔട്ട്ലെറ്റ്സിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് 18 മില്യൺ യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിന് ചെൽസി AC മിലാൻ തമ്മിലൊരു അഗ്രിമെന്റിൽ എത്തി എന്നുള്ള രീതിയിൽ ചില ഇറ്റാലിയൻ മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇംഗ്ലീഷ് മീഡിയാസ് 15 മില്യൺ ഓഫർ വിട്ടിട്ടുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ഒന്നും കേൾക്കുന്നുമില്ല. സോ എങ്ങോട്ടാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് അറിയത്തില്ല. മേ ബി 18 മില്യൺ ഓഫർ ഫൈനലി അഗ്രി ചെയ്യുമായിരിക്കും, ഐ ഡോണ്ട് നോ. ബട്ട് മൈക്ക് മാഗ്നാൻ ടു ചെൽസി, വാച്ച് ഔട്ട്. മിക്കവാറും നടക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ക്ലബ് വേൾഡ് കപ്പിന് മൈക്ക് മാഗ്നാനെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു പ്ലാനിലാണ് ചെൽസി എന്ന് കേൾക്കും. അവിടുന്ന് ഇറ്റലിയുടെ കാര്യം പറയുമ്പോഴേക്കും സ്പല്ലെട്ടിനെ ഇറ്റലി സാക്ക് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നോർവേയോടുള്ള 3-0 ലോസിന് ശേഷം ആളെ സാക്ക് ചെയ്തിരിക്കാനായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. സോ ലെറ്റ്സ് സീ. അവിടുന്ന് നമ്മൾ ടെർ സ്റ്റെഗന്റെ ഒരു ഇഷ്യൂ പറയാം. സോ മിക്കവരിപ്പം ഇന്നലെ നമ്മൾ ലൈവ് സ്ട്രീമിലൊക്കെ പറഞ്ഞല്ലോ, ടെർ സ്റ്റെഗൻ ബാർസലോണ ബോർഡും മാനേജ്മെന്റും ഹാൻസി ഫ്ലിക്കുമായിട്ട് ഇപ്പം റിലേഷൻഷിപ്പ് നല്ലതല്ല എന്നുള്ള രീതി വാർത്തകൾ കേട്ടിട്ടുണ്ട്. സോ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ട്, ടെർ സ്റ്റെഗൻ ആണെങ്കിൽ 1 ഇയറിലെ സാലറി, അതായത് ആൾക്ക് 2028 വരെ കോൺട്രാക്ട് ഉണ്ട്. സോ ബാർസലോണ 1 വർഷത്തെ സാലറി ആൾക്ക് ഫുള്ള് കൊടുക്കാം. ആൾക്ക് എന്നിട്ട് ലെറ്റർ ഓഫ് ഫ്രീഡവും കൊടുക്കാം. അതായത് ആൾക്ക് ഫ്രീ ഏജന്റ് ആയിട്ട് ക്ലബ്ബ് ലീവ് ചെയ്യുക, അങ്ങനത്തെ ഒരു ലെറ്റർ ഓഫ് ഫ്രീഡവും കൂടെ കൊടുക്കാന്നുള്ള രീതിയിൽ ഒരു പ്രൊപ്പോസൽ വിട്ടതായിട്ട് സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇപ്പം ഫാബ്രിസിയോ റൊമാനോ റീസെന്റ് ഒരു ഇന്റർവ്യൂവിൽ അങ്ങാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു പുള്ളിയോട് ടെർ സ്റ്റെഗനെ കുറിച്ച്. പുള്ളി പറഞ്ഞത് റൈറ്റ് നൗ ടെർ സ്റ്റെഗന് ബാർസലോണ വിടാൻ പ്ലാൻ ഇല്ല. മറ്റ് ക്ലബ്ബുകൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ടെർ സ്റ്റെഗന് താല്പര്യമില്ല. സോ ക്ലബ്ബുകൾ സമീപിക്കുന്നില്ല. കൂടാതെ പുള്ളിയുടെ സാലറി ഇസ് പ്രെറ്റി ഹൈ. സോ ഇപ്പം ടെർ സ്റ്റെഗൻ മറ്റൊരു ക്ലബ്ബിലോട് നീങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ടെർ സ്റ്റെഗനും ഹാൻസി ഫ്ലിക്കിനും ഇടയിലുള്ള റിലേഷൻഷിപ്പ് വളരെ വളരെ മോശമായെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഹാൻസി ഫ്ലിക്കിനിടയിൽ മാത്രമല്ല, മാനേജ്മെന്റിന്റെ ഇടയിൽ. സോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ടെർ സ്റ്റെഗൻ ഇന്റർ മിലാൻ അഗേൻസ്റ്റുള്ള സെക്കൻഡ് ലെഗിന് മുമ്പ് ടെർ സ്റ്റെഗന്റെ ഏജന്റ് ഡെക്കോയിനെയും മറ്റ് മാനേജ്മെന്റിനെ സമീപിച്ചതും താൻ ഫിറ്റ് ആണെന്ന് ടെർ സ്റ്റെഗൻ അറിയിച്ചതായിട്ടും തനിക്ക് സ്റ്റാർട്ട് ചെയ്യണം, അതായത് തൻ്റെ ക്ലയന്റിനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഡിമാൻഡ് പുള്ളിയുടെ ഏജന്റ് വെച്ചു. അത് നല്ല രീതിയിൽ പോയില്ല. ഫ്ലിക്കിന് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി ഇന്റർ മിലാൻ സെക്കൻഡ് ലെഗിൽ പുള്ളി ട്രാവൽ ചെയ്തുമില്ല, സാൻ സിറോയിലോട്ട് ടീമിനോടൊപ്പം ട്രാവൽ ചെയ്തില്ല എന്നാണ് റിപ്പോർട്ടുകൾ വന്നത്. കുണ്ടെ പോലത്തെ ക്രിസ്ത്യൻസിനൊക്കെ പോലത്തെ താരങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ, എസ്പെഷ്യലി കുണ്ടെ മറ്റുമൊക്കെ നമ്മുടെ ബെർണാലോ ഒക്കെ ഇഞ്ചുറി വെച്ച് അവർ ട്രാവൽ ചെയ്തപ്പോൾ ടെർ സ്റ്റെഗൻ ചെയ്തോ ഫിറ്റ് ആയിരുന്നാലും പുള്ളിക്ക് വരാവുന്ന സിറ്റുവേഷൻ ആണെങ്കിലും പുള്ളി ട്രാവൽ ചെയ്തില്ല, പുള്ളി പ്രൊട്ടസ്റ്റ് നടത്തി എന്നുള്ള കാര്യം കേട്ടു. ആൻഡ് ടീമിനെ ഏറ്റവും ദേഷ്യം വന്നത് ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്ക് VRL അഗേൻസ്റ്റ് ആയിരുന്നു ബാർസലോണയുടെ ലാസ്റ്റ് ഹോം മാച്ച്, അത്ലറ്റിക് ക്ലബ് ബിൽബാവിന് തൊട്ട് മുമ്പുള്ള മാച്ച്. സോ ആ മാച്ചിലാണ് ബാർസലോണ ഒഫീഷ്യലി ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്യുന്നത്. സോ ആ ഒരു മാച്ചിൽ നിങ്ങൾക്ക് കാണാമായിരുന്നു, മാച്ചിന് ശേഷം ലെപ്പോർട്ടയും ഹാൻസി ഫ്ലിക്കിനും ഇടയിൽ ഒരു ഡിസ്കഷൻ. അവർ തമ്മിൽ അടിയാണോ എന്നുള്ള രീതി, എന്താണ് അവർ തമ്മിൽ സീരിയസ്ലി ഡിസ്കസ് ചെയ്യുന്നത്, അവർക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ള രീതിയിൽ അത് നമ്മൾ പലരും ചോദിച്ചിരുന്നു. അന്ന് ക്യാമറ കുറെ ഫോക്കസ് ഒക്കെ ചെയ്തിരുന്നു. സോ സംഭവം എന്താണെന്ന് ഇപ്പം ലീക്ക് ആയിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, VRL മാച്ചിൽ ടെർ സ്റ്റെഗൻ ആയിരുന്നല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് ഗോൾ കീപ്പർ. പുള്ളി ആ മാച്ചിന് ശേഷം ടൈറ്റിൽ ലിഫ്റ്റ് ചെയ്തതിന് ശേഷം 50,000-ഓളം ഫാൻസ് ഒളിമ്പിക് മോജുകളിൽ കളി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഫാൻസിന്റെ മുമ്പിൽ അറിയാം ആ സീസണിലെ ഓവറോൾ പെർഫോമൻസും ആ സീസണിലെ ടീംമേറ്റ്സിനെ എല്ലാം കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടും ഓൾമോസ്റ്റ് എല്ലാ പ്ലേയേഴ്സും മെയിൻ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ട് എല്ലാവരും കുറച്ച് 5-8 പ്ലേയേഴ്സിനെ കൊണ്ട് സംസാരിപ്പിക്കാനായിട്ട് ടീം മാനേജർ പ്ലാൻ ചെയ്താൽ ഫാൻസിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ടൈറ്റിൽ ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ. സോ ക്യാപ്റ്റൻ എന്ന നിലയിൽ ടെർ സ്റ്റെഗനാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആ മാച്ചിൽ കപ്പ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഫാൻസിന്റെ മുമ്പിൽ സംസാരിക്കാനായിട്ട് ടെർ സ്റ്റെഗൻ റെഡിയായില്ല. ഈവൻ ദോ മാച്ചിന് മുമ്പ് അങ്ങനെ ഡിസിഷൻ എടുത്തെങ്കിലും മാച്ചിന് ശേഷം ടെർ സ്റ്റെഗൻ സംസാരിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആള് സംസാരിച്ചില്ല, ആള് മൈക്ക് വാങ്ങിച്ചില്ല, ആള് സംസാരിക്കത്തില്ല എന്നുള്ളൊരു ഒപ്പീനിയൻ എടുത്തു. സോ അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ സംസാരിക്കാത്തതുകൊണ്ട് തന്നെ മറ്റ് ടീമേറ്റ്സിനെ കൊണ്ട് സംസാരിപ്പിക്കാനും പോയില്ല. ആ പ്ലാൻ ബാർസലോണ ഡ്രോപ്പും ചെയ്തു. സോ അതാണ് അന്ന് ആ ടെർ സ്റ്റെഗൻ മൈക്ക് വാങ്ങിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ള ഡിസിഷൻ ആ ഓൺ ദ സ്പോട്ട് അറിയിച്ചതിന്റെ ആ ഒരു പ്രതിഷേധം, അഥവാ ആ ഒരു സർപ്രൈസ് ആണ് ഹാൻസി ഫ്ലിക്കും അതുപോലെ തന്നെ ലെപ്പോർട്ടയും
ആ ഗ്രൗണ്ടിൽ നിന്ന് കാണിച്ചതെന്നാണ് മനസ്സിലാക്കാനായിട്ട് വെച്ചത്. കാരണം അവരും സർപ്രൈസ്ഡ് ആയി ഓൺ ദ സ്പോട്ട് ടെർ സ്റ്റെഗൻ എടുത്ത ഡിസിഷൻ. സോ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാൻസി ഫ്ലിക്കിനെ ടെർ സ്റ്റെഗനെ സ്ക്വാഡിൽ വേണ്ട, എങ്ങനെയായാലും സ്ക്വാഡിൽ നിന്ന് ഒഴിവാക്കാൻ എന്നാണ് പറയുന്നത്. മെയിൻലി പുള്ളി നെഗറ്റിവിറ്റി ആ സ്ക്വാഡിനകത്ത് കൊണ്ടുവരും എന്നാണ് ഹാൻസി ഫ്ലിക്ക് ബിലീവ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫിഗറാണ് ബാർസലോണയിൽ. സോ ഇപ്പോഴത്തെ ടീമിലെ ഏറ്റവും മോസ്റ്റ് സീനിയർ ഫിഗറുമാണ്. സോ അത്യാവശ്യം പുള്ളിക്ക് ബാർസലോണ കണക്ഷൻസും ഉണ്ട്. സോ എന്തെങ്കിലും കാരണവശാലും നെക്സ്റ്റ് സീസൺ ജോൺ ഗാർഷ്യയുടെ ഒരു മോശം പെർഫോമൻസ് മാച്ചുകൾ വരിക, ഷെസ്നിയുടെ ഒരു മോശം പെർഫോമൻസ് ഒക്കെ വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി പുള്ളി നമുക്കറിയാം ആ ഡ്രസ്സിംഗ് റൂമിനകത്ത് ഇഷ്യൂസ് ക്രിയേറ്റഡ് ആക്കും. അല്ലെങ്കിൽ ഔട്ട് സൈഡ് പുള്ളിയുടെ ഉള്ള ഇൻഫ്ലുവൻസ് വെച്ച് മീഡിയാസിൽ മേ ബി മോശമായിട്ട് പുള്ളിയുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ എഴുതിപ്പിക്കാം. പിന്നെ നമുക്കറിയാം ഡ്രസ്സിംഗ് റൂമിൽ അനാവശ്യ ഫൈറ്റുകൾ വരാം. സോ ടീമിന്റെ നമുക്കറിയാം യൂണിറ്റിയെ കംപ്ലീറ്റ്ലി ബാധിക്കും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജിയുള്ള ഒരു പ്ലെയർ സ്ക്വാഡിനകത്ത് ഉണ്ടായാൽ മതി, ആ സീസൺ തന്നെ കൊളവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ടെർ സ്റ്റെഗനെ ബാർസലോണ റെസ്പെക്ട്ഫുള്ളി 1 ഇയർ കോൺട്രാക്റ്റും സാലറിയും പേ ചെയ്ത് ടെർമിനേറ്റ്. ഇപ്പം നമ്മൾ ഓർക്കും എന്നാൽ ടെർ സ്റ്റെഗനെ വിറ്റൂടെ, പുള്ളിക്ക് ഒന്നാമത് ഇത്ര സാലറി ഉണ്ട്, രണ്ടാമത് വെറുതെ വിൽക്കാനായിട്ട് നോക്കി അടുത്ത സാലറി ക്രിയേറ്റ് ആവാതെ പുള്ളിക്ക് ഒരു ലെറ്റർ ഓഫ് ഫ്രീഡം കൊടുത്ത് ഇവന്തോ ഒരു വർഷത്തെ സാലറി നമ്മുടെ പോസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്യേണ്ട വന്നാലും അത് കൊടുത്ത് ഒഴിവാക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് വെറുതെ അനാവശ്യ നെഗറ്റീവ് പബ്ലിസിറ്റി, അനാവശ്യ നെഗറ്റീവ് എനർജി ടീമിനകത്ത് ക്രിയേറ്റഡ് ആവാതിരിക്കാനായിട്ടായിരിക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് തോന്നുന്നത് പറയാം. ആസ് ഓഫ് നൗ ടെർ സ്റ്റെഗൻ പോകുന്നില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. സോ പിന്നെ ഫ്ലോറിയൻ വിറ്റ്സിന് വേണ്ടി 140 മില്യൺ to 150 മില്യൺ ഇടയ്ക്കുള്ള ഒരു ഫൈനൽ പ്രൊപ്പോസൽ ലിവർപൂൾ ഉടനെ വിടുമെന്ന് നിൽക്കുന്നു. 113 മില്യൺ പൗണ്ട്സിന്റെ ഒരു ബിഡ് ലിവർപൂൾ വിട്ടത് റിജക്ട് ചെയ്തു എന്ന് പോൾ ജോയ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഓൾമോസ്റ്റ് അഗ്രിമെന്റിലെത്തി 150 മില്യൺ യൂറോസിന്റെ ടോട്ടൽ പാക്കേജ് എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംബൂമോയ്ക്ക് ബോണസസ് ഉൾപ്പെടെ 200,000, അതായത് 150,000 പെർ വീക്ക് ഗ്യാരണ്ടീഡും 50,000 ബോണസസ് ഉൾപ്പെടെ 200,000 പൗണ്ട്സ് പെർ വീക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സാലറി പ്രപ്പോസൽ യുണൈറ്റഡ് വിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇപ്പോഴും ബ്രെൻഫോർഡുമായിട്ട് ഫൈനൽ പ്രൈസ് അഗ്രി ചെയ്തിട്ടില്ല. ആൻഡ് തോമസ് ഫ്രാങ്ക് ടു ടോട്ടൻഹാം ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. ഒഫീഷ്യൽ ആയിട്ടില്ല, ബട്ട് ഓൾമോസ്റ്റ് കൺഫേം ആയിരിക്കുകയാണ്. സോ തോമസ് ഫ്രാങ്കിന്റെ വൺ ഓഫ് ദ ഡിമാൻഡ് ആണ് എംബൂമോ എന്ന് കേൾക്കുന്നുണ്ട്. സോ 130,000 പൗണ്ട്സിന്റെ ഒരു സാലറി പാക്കേജ് ടോട്ടൻഹാം ഇപ്പോൾ എംബൂമോയ്ക്ക് ഫ്രണ്ടിൽ വിട്ടെന്നും, ബട്ട് എംബൂമോ യുണൈറ്റഡ് മതി എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ കേൾക്കുന്നുണ്ട്. ബട്ട് ടോട്ടൻഹാം 70 മില്യൺ, അതായത് ബ്രെൻഫോർഡ് ഡിമാൻഡ് ചെയ്യുന്ന 70 മില്യന്റെ ടോട്ടൽ പാക്കേജ് കൊടുക്കാൻ റെഡിയാണെന്നുള്ള രീതി വാർത്തകൾ വരുന്നുണ്ട്. ബട്ട് യുണൈറ്റഡിനേക്കാളും കുറവ് സാലറിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. പിന്നെ ബൈൽഡിന്റെ റിപ്പോർട്ട് ഇപ്പം പല റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പല കാര്യത്തിനെ കുറിച്ച്. ബട്ട് പ്ലെറ്റൻബർഗും ബൈൽഡിന്റെ ഒക്കെ ചില സോഴ്സിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗിറ്റൻസ് ഡീലിൽ ചെൽസി പ്രോഗ്രസ് ചെയ്യുന്നുള്ള രീതി തന്നെയാണ്. ആൻഡ് ഗിറ്റൻസിന് വേണ്ടി 35 മില്യൺ യൂറോസിന്റെ ഫിക്സഡ് പ്ലസ് ആഡ് ഓൺസിന്റെ ഒരു പാക്കേജ് ചെൽസി വിട്ടു എന്നുള്ള വാർത്ത കിട്ടുന്നു. പേഴ്സണൽ ടൈംസ് അഗ്രീഡ് ആണ്, 7 വർഷത്തേക്കുള്ള കോൺട്രാക്ട് എല്ലാം അഗ്രി ചെയ്ത് നിൽക്കുകയാണ്. പക്ഷേ ആ ബിഡ് റിജക്ട് ചെയ്തിരിക്കുകയാണ്. 50 to 60 100 മില്യൺ ആയിരുന്നു, പിന്നെ 70 ഇപ്പൊ 50 മില്യൺ ഗ്യാരണ്ടീഡ് പ്ലസ് ആഡ് ഓൺസ് ഉൾപ്പെടെ ഒരു 60 മില്യൺ യൂറോസ് ആണ്, പൗണ്ട്സ് അല്ല, യൂറോസിന്റെ ഒരു ടോട്ടൽ പാക്കേജിന് ഗിറ്റൻസിനെ കൊടുക്കാൻ ബൊറൂസിയ ഡോർട്ട്മുണ്ട് റെഡിയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. ലെറ്റ്സ് ഈ കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതെ ബൈ.